ഇസ്രായേലിന് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. ഇപ്പോൾ ഇറാൻ മിലിറ്ററിയുടെ ഭാഗത്തു നിന്നൊരു ട്വീറ്റ് വന്നിട്ടുണ്ട്. അതായത് അവർ അവകാശപ്പെടുന്നത് ഇങ്ങനെയാണ് ഈ ആക്രമണത്തിന്റെ കൂടെ പശ്ചാത്തലത്തിൽ, അതായത് ഫോർദോ ആണവ കേന്ദ്രം മുൻപേ തന്നെ ഒരു മാസം മുമ്പേ തന്നെ തങ്ങൾ ഇവാക്യുവേറ്റ് ചെയ്തിരുന്നു, ഒഴിപ്പിച്ചിരുന്നു എന്നതാണ് ഇറാന്റെ ഇപ്പോൾ ഒരു വിശദീകരണമായി പുറത്തു വരുന്നത്. പക്ഷേ അത് ഏത് തരത്തിലാണ് നമുക്ക് ഇപ്പോൾ അത് വിശ്വസനീയമാണോ എന്നറിയില്ല. പക്ഷേ ഇറാന്റെ ഒരു വിശദീകരണമായി ആഘാതം എത്രത്തോളമാണെന്നത് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ആണവ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുന്ന ആക്രമണത്തിന്റെ ആഘാതം എത്ര വലുതാണെന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്കുള്ളൊരു ആഘാതം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അന്താരാഷ്ട്ര ആണവ ഏജൻസി എല്ലാം തുടർച്ചയായി പറയുന്നത് ഇത്തരം ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത്, അത് ആക്രമിച്ചാൽ ഉണ്ടാകുന്നത് വലിയ പ്രത്യാഘാതങ്ങളാണ്, ആ മേഖലയിൽ നിന്ന് ജനങ്ങൾ ഒഴിപ്പിക്കേണ്ടി വരും, ആണവ വികിരണം അടക്കമുള്ള അപകട സാധ്യതകളുണ്ട് എന്ന് അന്താരാഷ്ട്ര ആണവ ഏജൻസി പറയുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയതാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തരുതെന്ന് അന്താരാഷ്ട്ര ആണവ ഏജൻസി UN-ൽ അടക്കം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് ആണവ കേന്ദ്രത്തിൽ അമേരിക്ക തന്നെ